ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാനസി. ഓക്കെ, നമ്മളിന്നൊരു സ്പെഷ്യൽ കോളേജ് ഡേ ഇൻ വ്ലോഗാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ വെക്കേഷൻ ടൈമാണ് കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വന്നത് ഗ്രൂപ്പിൽ. ഇന്ന് NSS ഉണ്ട്, പിന്നെ VC വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. VC എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ കേട്ടോ. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ VC വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നെ NSS ഉണ്ട്. നിങ്ങൾ വേഗം തന്നെ നാളെ മുടങ്ങാണ്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. യൂണിഫോമിലാണ്. യൂണിഫോം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ കൺസെഷന് വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടു. അപ്പോൾ നമ്മൾ കോളേജിലേക്ക് നടക്കുകയാണ്. വീട്ടിൽ നിന്ന് എനിക്ക് വ്ലോഗ് എടുത്ത് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കപ്പോൾ വ്ലോഗ് എടുക്കാമെന്ന് കത്തിയില്ലേ. കോളേജിൻ്റെ ഗേറ്റ് കടന്ന് ഇങ്ങനെ കുറച്ച് വന്നപ്പോഴാണ് എനിക്ക് കത്തിയേട്ടാ. പിന്നെ എക്സാം കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട്, ഹോസ്റ്റലേഴ്സൊക്കെ വീട്ടിൽ പോയി. അത് കാരണം ഒരു ഒച്ചയും ബഹളവും ഉണ്ടായിരുന്നില്ല. ഇതിനായിട്ട് വരുന്ന പിള്ളേർ മാത്രമേ ഇന്നുള്ളൂ. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് ഞാൻ കോളേജിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിൻ്റെ അവിടെ നിന്ന് നടക്കുകയാണ്. ഇവിടെ കുറേ മരമാണ് കേട്ടോ. നേരത്തെ ഇപ്പം ഞാൻ ഒരു രാവിലെ 9 മണി നേരമായിട്ടുണ്ട്. 9:30 നേരമായിട്ടുണ്ട്. ചെറുതായി വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഈ മരമൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല പച്ചപ്പാണ്. അപ്പോഴാണ് ഒരു മയിലിൻ്റെ സൗണ്ട് കേട്ടത് കേട്ടോ. മയിൽ അറിയണ സൗണ്ട് കേട്ടു. അപ്പം എന്തായാലും ഇന്ന് ചെറുതായൊരു മഴ ഞാൻ പ്രതീക്ഷിക്കണം. പെയ്യോ എന്തൊരു ആർക്കറിയാം. ഇത് ഇപ്പോൾ കുറച്ച് പണിയാണ്. മഴക്കാലമൊക്കെ ആയില്ലേ, എനിക്ക് ജലദോഷമൊക്കെ വന്നു തുടങ്ങി. അത് കാരണം കേട്ടോ മൂക്ക് അടഞ്ഞിരിക്കുകയാണ്. വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്താണ് പണി കിട്ടിയത് അറിഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മൾ നടക്കുകയാണ്. അപ്പം നമ്മുടെ പതിവ് ഞാവൽ മരം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാവൽ മരം എത്തി. പിന്നെ ചുറ്റിലും ആരുമില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു നാണക്കേടും ഇല്ലാണ്ട് ഞാവൽ പറക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ എന്നും രാവിലെ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവാറില്ല. ഞാൻ പറക്കാറുണ്ട്. പക്ഷെ ഭയങ്കര ഹൈറ്റിൽ നിന്ന് വീണ കാരണം അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഭയങ്കര മണ്ണായിട്ടിരിക്കും. മറ്റേ സൈഡിൽ ഒരു കുഴപ്പമില്ല. അപ്പം അത് കഴുകാനൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നും കഴുകിയില്ല. കഴുകണമെങ്കിൽ നമുക്ക് വാഷ് ഏരിയയ്ക്ക് പോകണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നല്ല ഭാഗം മാത്രം കടിച്ച് ബാക്കി അത് അവിടെ എവിടെയെങ്കിലും മണ്ണിലിടും കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ഒന്നിട്ട് നമ്മൾ വെറുതെ എറിയുന്നത്. അപ്പോൾ എന്തായാലും ഒരെണ്ണം കിട്ടിയുള്ളൂ. കുറച്ച് നാളായില്ല. പിന്നെ കോളേജിലേക്ക് വന്നിട്ട് ഒരു 4-5 ദിവസമായി എക്സാം കഴിഞ്ഞിട്ട്. പിന്നെ എക്സാമിൻ്റെ നേരത്തൊന്നും ഇത് പറക്കാൻ നേരവും കിട്ടിയില്ല. നമ്മൾ ചടുപടേന്ന് പോവാറുന്നല്ലോ. എന്തായാലും കുറേ നാളായപ്പോൾ ഞാൻ ഞാവൽപ്പഴം കഴിച്ചിട്ട് നല്ല മധുരം. സാധാരണ ചില ദിവസമൊക്കെ എനിക്ക് ഇത്തിരി പൊട്ട സാധനം കിട്ടാറ്, ചിലതൊന്നും മധുരമില്ല പുളിയുള്ളത് കിട്ടാറ്. പക്ഷെ ഇത് സൂപ്പർ സാധനം. പക്ഷെ കഴിക്കാൻ കുറച്ചേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഞാവൽപ്പഴം കഴിച്ച് അതിൻ്റെ കുരുവും കളഞ്ഞ് നമ്മളിതാ കയറുകയാണ് കോളേജിലേക്ക്. അങ്ങനെ നമ്മുടെ ബിൽഡിംഗ് എത്തി. പിന്നെ എന്തായാലും ഞാവലൊക്കെ കഴിച്ചതല്ലേ, കൈമ കുറച്ച് കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൈയും കഴുകണം. അതുപോലെ കുറച്ച് നടന്നപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഓഷേരിക്ക് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഇത് BEd സെക്ഷനാണ്. ഇത് ഞങ്ങളുടെ സെക്ഷനല്ല. ഞങ്ങളുടെ സെക്ഷൻ ഇപ്പോൾ പണി നടക്കുക. അപ്പോൾ ഇതാണ് പിന്നെ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാം. പിന്നെ ആരും ഇല്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ അധികം ഇങ്ങോട്ടാണ് വരാറ് രാവിലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗ് ഇതുപോലെ ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് വെച്ചു. എന്നിട്ട് വെള്ളം കുടിക്കണം. അവിടെ എന്തോ ഒരു വടി ഇരിക്കണം കേട്ടോ. ആരുടെയാണാവോ, ആരെ തല്ലാനാണാവോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. കുറച്ച് വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മഴക്കാലത്താണെങ്കിൽ ഇത് ഒരു മഴ തുടങ്ങുന്നതിനൊരു 4 ദിവസമൊക്കെ മുമ്പ് എടുത്ത ഒരു വ്ലോഗായിരുന്നു. മെയ്യിലഞ്ഞെടുത്താണ്. മെയ് 1 ആ ഒരു വീക്കിലെടുത്താണ്. അപ്പോൾ ഇവിടെ ശരിക്കും മഴ തുടങ്ങിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ തുടങ്ങിയുള്ളൂ. പക്ഷേ തൃശ്ശൂർ ഏരിയയിലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെയിലൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കണം മഴ പെയ്യുന്നു. ആ ഒരു സമയത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഞാൻ എന്നും കാത്തിരിക്കും മഴയൊന്ന് പെയ്തെങ്കിൽ. ഓക്കെ, നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഫിൽറ്റർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം നിറയ്ക്കുകയാണ്. ഫിൽറ്റർ 2 പൈപ്പ് ഉണ്ട്. 2ലും കൂൾ വാട്ടർ ആണ്. നമുക്ക് ഫ്രീസറിൽ വെച്ച പോലത്തെ അത്ര തണുവുള്ള വെള്ളമാണ് കിട്ടുക കേട്ടോ. പക്ഷെ ഒരെണ്ണം ഹോട്ടും ഒരെണ്ണം കൂളും വേണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ VCയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ നിറച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കെറ്റിലുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്. ആരുടെ കെറ്റിലാന്ന് അറിയില്ല. ആർക്കായാലും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സെക്ഷനിലേക്ക് പോവാണ്. ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ.
ഒരു ഒരു നടക്കണ ഒരു വഴി, ആ വഴി കൂടിയാണ് പോവുക. പണ്ട് നമുക്ക് ചുറ്റി വരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കോട്ടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെ വരണമായിരുന്നു. പക്ഷേ ഈ ബിൽഡിങ് വന്നപ്പോൾ നമുക്ക് എളുപ്പമായി ഇങ്ങനെ നേരെ ഒരു ഷോർട്ട് കട്ട് വന്നേ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുവരെ ഞാൻ ഒരു മനുഷ്യജീവിനെ വരെ കണ്ടില്ല ഗൈസ്. മറന്നുപോയി, തുടക്കത്തിൽ ഞാൻ അവിടെ വാച്ച്മാനെ കണ്ടു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു മനുഷ്യജീവിനെ വരെ ഞാൻ കണ്ടില്ല. പിന്നെ ഈ സാധനം ഞങ്ങളെ വരാന്തയുടെ ഇപ്പുറത്ത് ഒരു ഓട്ടോ സാധനം ഉണ്ട്, അത് നല്ല രസമാട്ടോ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ക്ലാസ് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാം പൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രോഗ്രാം തലയിൽ വന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിലെത്തി, അത് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ക്ലാസ് ഉണ്ട്, അവിടെ നമ്മൾ ഇരിക്കാറുണ്ട് കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെ. പക്ഷേ ആ ക്ലാസ്സും പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇരിക്കാനായിട്ടൊരു ക്ലാസ് കണ്ടുപിടിക്കണം. കാരണം എന്ന് പറയുന്നത് ഒരു 12 മണിക്കാണ് നമ്മുടെ പരിപാടി. ഞാൻ ഒരു 9:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിതാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വരാന്തയുടെ അപ്പുറത്തൊരു വേസ്റ്റ് ബിന്നുണ്ട്. ഇങ്ങനെ ഈ ഇറങ്ങണോടെ തന്നെ ഈ വേസ്റ്റ് ബിന്നിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. നല്ല ഭംഗി. ഇതിൻ്റെ ഞങ്ങളുടെ ഡിഗ്രിയുടെ ലാസ്റ്റ് ഇയർ ഇത് വെച്ചിട്ട് ഞങ്ങൾ റീൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസം, അറിയാണ്ട് പെട്ടുപോയ ഒരു റീലായിരുന്നു അത്. കാണാത്തവരുണ്ടെങ്കിൽ ഐശ്വര്യ മാൻസി ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പോയി കാണുക. കൂടെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഐശ്വര്യ മാൻസിന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സിക്ക് വേണ്ടി തപ്പൽ നടക്കുകയാണ്. അപ്പോൾ ഓഫീസ് റൂമിൻ്റെ അതിൽ കൂടിയാണ് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഞാൻ രംഗോളി ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്വാഗതം എന്ന് പറഞ്ഞ് നല്ല ഭംഗിയിൽ രംഗോളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കോലെന്ന് പറയാം. പക്ഷേ ഞങ്ങളുടെ ഒരു സെൻട്രൽ കോളേജാണ്, അപ്പോൾ അവിടെയൊക്കെ മെയിൻ സാധനം ഒരു രംഗോളിയൊക്കെ ഇട്ടിട്ടാണ് വെൽക്കം ചെയ്യാട്ടോ. മെയിനായിട്ടുള്ള പ്രോഗ്രാം വരുമ്പോഴായാലും അല്ലെങ്കിൽ ഗസ്റ്റ് എന്തെങ്കിലും വരിക വെച്ചാൽ നമ്മൾ രംഗോളി ഇടും. പക്ഷെ ഞാൻ ഇട്ടതൊന്നുമല്ല, ഞങ്ങളുടെ സീനിയേഴ്സ് ഇട്ടതാണ്. വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഇത് ഇടാറ് കേട്ടോ. ഓണപ്പൂക്കളൊക്കെ നമ്മളിടും. ഓക്കെ, പിന്നെ നമ്മുടെ കോളേജിൻ്റെ അവിടെ കഴിഞ്ഞ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഇവിടെ കുറേ ചുമർ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. കുറേ കുട്ടികൾ ചേർന്ന് വരച്ചതാണ്. ഞാൻ ഒരു ദിവസം അതിൻ്റെ സെപ്പറേറ്റ് വ്ലോഗ് എടുത്ത് ഇടാം കേട്ടോ, ഓരോരോ ചുവർ ചിത്രങ്ങളെയും പറ്റി. അങ്ങനെ തപ്പി 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 ഇതാ നമുക്കൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആരുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ്സൊക്കെ അടച്ച് ഞാൻ അവിടെ സാമ്രാജ്യം സ്ഥാപിച്ച പോലെയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ വെയിലുള്ള ദിവസമായിരുന്നു, എന്നാലും അത്ര വെയിലില്ല. അപ്പം ഞാൻ ബാഗൊക്കെ വെച്ച് തലയും ചൊറിഞ്ഞിരിക്കുകയാണ്. തല ചൊറിയുന്നത് എന്താ വെച്ചാൽ ഉഷ്ണിച്ചിട്ടാണ്, തലയൊക്കെ വേർത്തു നടന്ന്. പിന്നെ കുറച്ച് ക്ലാസ്സൊക്കെ തപ്പിയല്ലോ. ഓക്കെ, പിന്നെ മുഖത്തൊക്കെ കുരു വന്നു ഗൈസ്, ഏകദേശം സായി പല്ലവിയുടെ കുരു പോലെ ബൾബ് കത്തി നിൽക്കണമെന്നാണ് എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരൊക്കെ പറയുന്നത്. പിന്നെ സായി പല്ലവി എൻ്റെ ഒരു ഉപമ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഫാൻ ഇട്ടിരിക്കും. ഞാൻ രാവിലെ വന്ന ഉടനെ കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിൽ ഇരിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ ഞാൻ തെറ്റിച്ചില്ല, എന്തായാലും ഫാൻ ഇട്ട് അവിടെ ഇരുന്നു. പിന്നെ 12 മണി വരെ നമുക്ക് ഇവിടെ ചുമ്മാ ഇരിക്കണം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണിക്കണേ. പക്ഷേ ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിവിടെ കാറ്റ് വരുന്നില്ല. അപ്പം ഞാൻ ഈ സൈഡിലേക്ക് വന്നിരുന്നു കേട്ടോ. ഈ സൈഡിൽ പിന്നെയും കാറ്റുണ്ട്. പിന്നെ ആ ഒരു ബെഞ്ചൊക്കെ ഫാനിൻ്റെ ചുവട്ടിൽ വലിച്ചിട്ടിട്ടൊക്കെ ഞാൻ കൊണ്ടിരുന്നു. പിന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ വൈഫൈ ഉണ്ട് ഗൈസ്. അപ്പോൾ വൈഫൈ ഈ ഭാഗത്ത് ഇരുന്നപ്പോൾ എനിക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നതായിട്ട് തോന്നി, അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ സൈഡ് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇപ്പം ഞാൻ ചൂണ്ടിയ ഒരു സ്ഥലമല്ലേ, അവിടെയാണ് നമുക്ക് കോൺഫറൻസ് ഹോള്, അവിടെയാണ് കേട്ടോ ഒന്ന് VC വന്ന് മീറ്റിംഗ് ഉള്ളത്. ഇപ്പുറത്താണ് ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷട്ടിൽ കോർട്ടും വോളിബോള് നടത്തണ കോർട്ടും ഉള്ളത്. ഈ കണ്ടോ ഈ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഇട്ടേണ ആ മൂലയ്ക്ക് അവിടെയായിരുന്നു നമ്മുടെ ഷോർട്ട് കട്ട് ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് പുതിയ ബിൽഡിങ്ങിന് അതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഞാൻ വന്ന വഴിയില്ലേ, അതുള്ള കാരണം നമുക്കിത് വേണ്ട, അല്ലെങ്കിൽ ഈ വഴിയാണ് വരിക. അവിടെ ഒരു കബഡി കോർട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും ഒരു ഷോർട്ട് കട്ടായിരുന്നു. ഇതിൽ കൂടി ഇടയ്ക്ക് പോവാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബാത്റൂമിൻ്റെ പണി നടക്കുകയാണ് മോളിൽ. അപ്പോൾ അവിടുത്തെ വേസ്റ്റൊക്കെ ഈ കല്ലും സിമെൻറ്റൊക്കെ ഇവിടെ തട്ടിയിട്ട കാരണം നമുക്ക് അതിൽ കൂടെ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ സൈഡ്, ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തും. അപ്പോൾ ഞാൻ ഇരിക്കുന്നൊരു വ്യാകരണം ക്ലാസ്സിലാണ് കേട്ടോ. വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറയില്ലേ, ഗ്രാമർ ക്ലാസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഒരു
Q&A വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാൻ മറക്കരുത്. അപ്പം ഞാൻ എന്തായാലും നോക്കി നമുക്ക് നെക്സ്റ്റ് ഒരു Q&A ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ 12 മണി വരെ സമയമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കുറച്ച് നേരം വൈഫൈ ഒക്കെ ഞാൻ ഊറ്റി കേട്ടോ. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യണമല്ലോ, അപ്പം അങ്ങനെ. അപ്പോൾ അതായത് ഇവിടെ കുറച്ച് വേസ്റ്റൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. ഇതിന് മുമ്പ് വന്നൊരു കളഞ്ഞതാവാം. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്, ഫുൾ ക്ലാസ്. കാരണം VC ആണ്, നമ്മുടെ ഹെഡാണ് വരുന്നത്. അത് കാരണം ഇന്ന് സ്റ്റാഫ്സിന് നല്ല പണിയാണ് കേട്ടോ. നെക്സ്റ്റ് എന്തായാലും ഈ ക്ലാസ്സിലേക്കായിരിക്കും അവർ വരിക. അപ്പോൾ അതേ ഇതൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് ശരിക്കും സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇതാണ് വ്യാകരണ ക്ലാസ്. ഇതാ കണ്ട, ഈ ബോർഡിൽ എഴുതിയതൊക്കെയാണ് ഓരോരോ സാധനങ്ങളാണ്, മീൻസ് ഓരോരോ കാര്യങ്ങളാണ്. ഇത് ഡീറ്റെയിൽ ആയി പഠിക്കണ കുട്ടികൾക്കാണ് ഇത് കത്തുക. മീൻസ് സാധാരണ ഇപ്പോൾ വായിക്കാനായാലും ഇതൊരു വേറെ ലാംഗ്വേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാനും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്തില്ലേ? എത്ര പേർക്ക് ഇത് കന്യോട്ടായിരുന്നു എന്ന് പറയണം. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ വോട്ട് ചെയ്യാൻ പോയ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. ജസ്റ്റ് ഒരു സിമ്പിൾ വ്ളോഗായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഓട്ടോട്ടിന് പറയുന്നത് അത് എല്ലാ സെക്ഷനിലും ഉണ്ട്. അത് നല്ല രസമാണ്. അതിൻ്റെ അരുത്ത് പോയി നിന്ന നല്ല കാറ്റായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഓട്ടോട്ടനെ പറ്റി പറയാൻ ചെയ്തത്. അത് ഓരോരോ സൈഡിലുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഓട്ടോട്ടോ കണ്ടോ. അതിൻ്റെ അവിടെ നിന്ന് പോയി നമുക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന് നമുക്കിങ്ങനെ നോക്കാനായിട്ട് പറ്റും കേട്ടോ, അപ്പുറത്തേക്കുന്നത്. ഇപ്പുറത്ത് ആരാ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അതിൻ്റെ അരുത്തുന്നുണ്ടല്ലോ, നല്ല നല്ല കാറ്റ് വീശും കേട്ടോ. അങ്ങനെ ഈ ഓട്ടോട്ടയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ താഴെ നമുക്കൊരു ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ഡോറുണ്ട്, പക്ഷെ അത് വല്ലപ്പോഴേ തുറക്കുള്ളൂ. ഇങ്ങനെ സ്പോർട്സ് ഡേ ആ ഒരു ടൈമിലൊക്കെ തുറക്കുള്ളൂ. ഓക്കെ, ഇതാ നമ്മുടെ VC വന്ന് 12 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയിട്ടോ ആൾ വന്നത്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സംസാരിച്ച്, കുറേ പ്രശ്നങ്ങളുണ്ട്, ഇഷ്യൂസൊക്കെ അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് അങ്ങനെ പോവാറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ആളോട് ഇങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് NSSൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ ഞങ്ങൾക്ക് യൂണിഫോം വിതരണം ഉണ്ട്. അതിനുള്ള യൂണിഫോമുകളാണ് ഇവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും NSS റൂമിലിരിക്കുകയാണ്. NSS റൂം എന്ന് പറഞ്ഞാൽ നിറച്ച് സാധനങ്ങളായിട്ട് കുഞ്ഞൊരു മുറിയാണ്. ഇത്തിരി കൺജസ്റ്റഡ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തേക്ക് നിൽക്കുകയാണ്. ആകെ കുറച്ച് കുട്ടികളുള്ളൂ. ഡേ സ്കോളേഴ്സ് മാത്രമാണ് ഇന്ന് വന്നേക്കണത്. അതിലും വളരെ ചുരുങ്ങിയ 4-5 പിള്ളേരാണ് വന്നേക്കണത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സെക്ഷൻ കഴിഞ്ഞ് വേറെ മീറ്റിങ്ങിന്, അതായത് ടീച്ചേഴ്സായിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് NSSന് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആൾക്കുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കുറച്ച് നേരം എടുത്തു. ഇപ്പോൾ ഒരു 4 മണി നേരമായിട്ടോ അദ്ദേഹം വരാനായിട്ട്. അപ്പം ഞാൻ രാവിലെ വന്നതാണ്. ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ മാത്രമല്ല, മിക്ക സ്റ്റുഡൻസും ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നു. അതായത് NSSന് വേണ്ടി വന്നവർ കേട്ടോ. ഇവരൊരു ചായ വരെ തന്നില്ല. അതിൻ്റെ പ്രതിഷേധം എനിക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആൾക്കുള്ള വെയിറ്റിങ്ങിലാണ്. പെട്ടെന്നായിട്ടോ ആൾ കയറി വന്നത്. അതും കുറേ ടീച്ചേഴ്സായിട്ട് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ആൾ വന്നേ. പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ക്യാമറയൊക്കെ ഓഫ് ചെയ്തു, ഫോണൊക്കെ ഓഫ് ചെയ്ത് വേഗം വെച്ചു. എന്നിട്ട് ആള് യൂണിഫോം തന്ന് ഞങ്ങളൊക്കെ അത് സ്വീകരിച്ച് വോളണ്ടിയേഴ്സായിട്ടുള്ള ടീച്ചേഴ്സിന് യൂണിഫോമും തൊപ്പിയൊക്കെ ആള് തലയിൽ വെച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ നല്ല കോമഡി ആയിരുന്നു. ആള് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആളെന്ന് പറയുന്നത് ഇത്തിരി റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് കേട്ടോ. അത് ആരും വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണടേ. നമുക്ക് വീണ്ടും വ്ളോഗ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷനാണ്, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.